ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മധു ജയകുമാറിനെ വടകരയിലെത്തിച്ച് തെളിവെടുത്തു. തെലങ്കാനയിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വടകരയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള അന്വേഷണം. ബാങ്കിലെ 42 അക്കൗണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം കടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ മുൻ മാനേജറും മുഖ്യപ്രതിയുമായ മധു ജയകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. അടിപിടി കേസിൽ ഇയാൾ തെലങ്കാന പോലീസിന്റെ പിടിയിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുള്ളതായി തെലങ്കാന പോലീസിന് വിവരം ലഭിക്കുന്നത്. തെലങ്കാന പോലീസ് വിവരം വടകര പോലീസ് സംഘത്തിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് കരിപ്പൂരിലെത്തിച്ച മധു ജയകുമാറിനെ വൈകിട്ടോടെ വടകരയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. ബാങ്കിലെ 42 അക്കൗണ്ടുകളിൽ നിന്നായി 17 കോടി രൂപ വരുന്ന 26 കിലോ സ്വർണം കടത്തിയ ശേഷം അവിടെ മുക്കുപണ്ടം വച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പരാതി. മധു ജയകുമാറിന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെങ്കിലും ജോലിക്ക് കയറിയിരുന്നില്ല. വടകര ശാഖയിൽ പുതുതായി വന്ന മാനേജർ നടത്തിയ കണക്കെടുപ്പിലാണ് മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തുവന്നത്. എന്നാൽ പ്രതി ലക്ഷ്യം വെച്ചത് കൂടുതൽ സ്വർണം പണയം വെച്ച അക്കൗണ്ടുകളെയാണെന്നാണ് വിവരം. 40 പവനിൽ കൂടുതൽ സ്വർണം പണയം വെച്ച അക്കൗണ്ടുകൾ ലക്ഷ്യമാക്കിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഇതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് പകരം മുക്കുപണ്ടം വെക്കുകയായിരുന്നു. 42 ഇടപാടുകളിലായുള്ള സ്വർണമാണ് ബാങ്കിൽ നിന്നും നഷ്ടമായത്. തട്ടിപ്പിനിരയായവരിൽ വൻകിട ഇടപാടുകാരും ബിസിനസ്സുകാരുമുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയില്ലെന്നാണ് വിവരം. ബാങ്ക് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാൾ കടത്തിയെന്ന് പറയുന്ന 26.24 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം മധു ജയകുമാർ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ബാങ്കിന്റെ വടകര ശാഖയുമായി ഇടപാടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും അന്വേഷണ വിധേയമാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, വടകര.